പ്രീതി കൃഷ്ണ. മുന്നത്തെ വീഡിയോയിൽ ആരി മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കി. ഇനി നമുക്ക് ആരി സ്റ്റാൻഡ് ഫിക്സ് ചെയ്യുന്നതും ആരി ഫ്രെയിമിൽ എങ്ങനെയാണ് ക്ലോത്ത് ഫിക്സ് ചെയ്യുന്നതെന്നും നോക്കാം. ആണ് എൻ്റെ കയ്യിലുള്ള ആരി സ്റ്റാൻഡ്. ഈ ആരി സ്റ്റാൻഡിൽ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുകയാണെങ്കിലും ഓൺലൈൻ വഴി മേടിക്കുകയാണെങ്കിലും നമുക്കിതുപോലെ റിങ് സെപ്പറേറ്റ്, ലെഗ്സ് സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടുക. ഈ ലെഗ്സിൽ സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂ എല്ലാം ആദ്യം തന്നെ അഴിച്ചു മാറ്റാം. നമ്മൾ ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഈ റിങ് വാങ്ങുന്ന സമയത്ത്, ഈ സ്റ്റാൻഡ് മേടിക്കുന്ന സമയത്ത് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം മേടിക്കാൻ. ഓരോ ഭാഗത്ത് ഇത് വെൽഡ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വിട്ടു പോയിട്ടുണ്ടോയെന്ന് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഇത് ഫിറ്റ് ചെയ്തിട്ട് കൂടെ വേണം നമ്മളത് എടുക്കാൻ. ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റാൻഡ് ഫിക്സ് ചെയ്യരുത്. നമ്മൾ ഇതേപോലെ തന്നെ ഇങ്ങനെ വേണം വെക്കാൻ. ഈ ഹാഫ് റിങ് വന്നിട്ട് താഴ്ഭാഗത്തേക്ക് നിൽക്കണം. അതിലാണ് നമ്മൾ ഈ സ്ക്രൂ ഇട്ട് കൊടുത്തിട്ട് ഫിറ്റ് ചെയ്യുന്നത്. ആരി സ്റ്റാൻഡ് ഇല്ലാതെയും ഒരുപാട് പേര് ആരി വർക്ക് ചെയ്യുന്നുണ്ട്. മാക്സിമം ആരി സ്റ്റാൻഡ് വെച്ചിട്ട് തന്നെ ബാക്ക് പെയിൻ ഒക്കെ ഒഴിവാക്കാൻ നല്ലതാണ്. ആരി സ്റ്റാൻഡ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അധികം ബാക്ക് പെയിൻ ഒന്നും ഉണ്ടാവില്ല. ഇതുപോലെ 4 ലെഗ്സും ടൈറ്റ് ചെയ്യാം. നമ്മുടെ കയ്യിൽ സ്പാനർ ഉണ്ടെങ്കിൽ ഈ നെറ്റ് ഒന്നും കൂടെ ടൈറ്റ് ആക്കിയാൽ നല്ല ബലത്തിൽ സ്റ്റാൻഡ് ഷെയ്ക്ക് ആവാതെ നിൽക്കും. നമ്മളിതുപോലെ 4 ലെഗ്സും ടൈറ്റാക്കി ഫിറ്റ് ചെയ്ത് നോക്കുക. ആ സമയത്ത് ഇതുപോലെ ഇതിൻ്റെ 4 കാലും എന്ത് ചെയ്യണം, താഴയിൽ തട്ടുന്നതായിരിക്കണം. വെൽഡ് ചെയ്ത ഭാഗങ്ങളൊന്നും വിട്ടു പോകാത്തത് നോക്കുക. ഷെയ്ക്ക് ചെയ്യാത്തതും കൂടെ ശ്രദ്ധിച്ച് മേടിക്കുക. ഇതുപോലെ ഫിറ്റ് ചെയ്തിട്ട് വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇതുപോലെയാണ് ആരി സ്റ്റാൻഡ് ഫിക്സ് ചെയ്യുന്നത്. നമുക്ക് ആരി കോട്ടും ഉണ്ട്. ആരി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആരി കോട്ടുണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആരി കോട്ടിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ വീട്ടിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ആരി സ്റ്റാൻഡ് തന്നെ ധാരാളം. നമുക്ക് എല്ലാ വർക്കുകളും ചെയ്യാവുന്നതാണ്. ഒരു ബ്ലൗസിലേക്ക് ഫുൾ വർക്ക് ചെയ്യാൻ ഈ 18 ഇഞ്ച് സ്റ്റാൻഡിൽ നമുക്ക് പറ്റും. സ്റ്റാൻഡിൽ സൈസസ് 40, 60, 80 ഈ സൈസിലാണ് സ്റ്റാൻഡ് ഉള്ളത്. എന്തുകൊണ്ടും ബെറ്റർ 18 ഇഞ്ചിൻ്റെ സ്റ്റാൻഡ് മേടിക്കുന്നതാണ്. നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ സ്യൂട്ടബിൾ ഇത് തന്നെയാണ്. ഇതുപോലെയാണ് ആരി സ്റ്റാൻഡ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആരി ഫ്രെയിം നോക്കാം. അതായത് എംബ്രോയ്ഡറി ഫ്രെയിം. ഇത് ചെറിയ സൈസസ് മുതലുണ്ട്, 18 ഇഞ്ച് സൈസസ് വരെയാണുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഏത് സൈസിലുള്ള സ്റ്റാൻഡാണോ മേടിക്കുന്നത് ആ സൈസിലുള്ള ഫ്രെയിം മേടിക്കാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇവിടെ 18 ഇഞ്ചിൻ്റെ സ്റ്റാൻഡ് ആയതുകൊണ്ട് 18 ഇഞ്ചിൻ്റെ ഫ്രെയിമാണ് മേടിച്ചിരിക്കുന്നത്. അതേ സൈസിലുള്ളത് മേടിക്കാൻ കൂടെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഫ്രെയിം മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സാൻഡിൽ കളർ ഫ്രെയിം മേടിക്കാൻ നോക്കുക. കുറച്ചും കൂടി ഡാർക്ക് കളറായിട്ടുള്ളത് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ക്ലോത്തിന് ഡാമേജ് ആക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ 2 ഫ്രെയിമും, ഇതിൽ 2 റിങ്ങാണ് ഈ ഒരു ആരി ഫ്രെയിമിൽ വരുന്നത്. ഈ 2 റിങ്ങും ഇതുപോലെ ചേർന്നിരിക്കുന്ന സമയത്ത് ഒരു ഗ്യാപ്പും ഇവിടെ കാണാൻ പാടില്ല. ആ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ സ്ക്രൂ ഒക്കെ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആണ്. അതൊക്കെ നന്നായിട്ട് തന്നെയാണോ, എവിടെയെങ്കിലും വിട്ടു പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി അഥവാ നമുക്ക് ഈ ഫ്രെയിം നമ്മൾ ക്ലോത്തിൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ലൂസ് ആവുകയാണ്, ക്ലോത്ത് എന്നിട്ടും ലൂസ് ആവുകയാണെങ്കിൽ നമുക്കിതിൽ ചുറ്റാനൊരു നാടയുണ്ട്. ഇതിൻ്റെ തന്നെ നമുക്ക് ആരി ഷോപ്പുകളിൽ ചോദിച്ചാൽ കിട്ടുന്നതാണ്. ഇനി അഥവാ അത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ സാധാ വൈറ്റ് മുണ്ടോ ഏതെങ്കിലും ഒരു മുണ്ട് ഒരു 1.5 ഇഞ്ച് വീതിയിൽ നീളത്തിൽ മുറിച്ചെടുത്തിട്ട് അത് ചുറ്റി കൊടുത്താൽ നമുക്ക് നന്നായിട്ട് ടൈറ്റിൽ തന്നെ ക്ലോത്ത് ഇരിക്കും. അപ്പോൾ ഈ സ്ക്രൂ നമ്മൾ ലൂസാക്കുമ്പോൾ നമുക്ക് ഇത് 2 ഫ്രെയിമായിട്ട് 2 റിങ്ങായിട്ട് കിട്ടും. ഇത് ഇന്നർ റിങ്ങും ഇത് ഔട്ടർ റിങ്ങും എന്ന് പറയും. ഇനി നമുക്കിതിലെങ്ങനെയാണ് ക്ലോത്ത് ഫിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ ഔട്ടർ റിങ് മാറ്റി വെച്ചിട്ട്
ഇന്നർ റിങ്ങിൻ്റെ മേലെയാണ് നമ്മൾ ക്ലോത്ത്, ഈ ക്ലോത്തിൻ്റെ എവിടെയാണോ നമുക്ക് വേണ്ടത് അതേ റിങ്ങിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഔട്ടർ റിങ് അതിൻ്റെ മുകളിലേക്ക് വെക്കാം. നന്നായിട്ട് ലൂസാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വെക്കാം. എന്നിട്ട് ഒരു 3/4 ഭാഗത്തോളം ഈ സ്ക്രൂ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. ഇനി ഫ്രെയിം തിരിച്ച് വെച്ചിട്ട് ഈ 2 വിരൽ ജസ്റ്റ് ഈ ഫ്രെയിമിൽ 2 ഫ്രെയിമിലും ടച്ച് ആകുന്ന രീതിയിൽ പിടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പയ്യെ പയ്യെ വലിച്ചു കൊടുക്കുക. ഒരുപാട് വലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലോത്ത് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം നോക്കിയിട്ട് പയ്യെ പയ്യെ എല്ലാ ഭാഗവും ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ചും കൂടെ ടൈറ്റ് ആവാനുണ്ട്. ഈ സെൻറ്ററിലൊന്ന് ഈ വിരൽ വെച്ച് അമർത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ചും കൂടെ ഇത് ടൈറ്റ് ആവാൻ. നമ്മൾ ഇതുപോലെ പിടിച്ചിട്ട് ബാക്കിയുള്ള സൈഡും കൂടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഇനി സ്ക്രൂ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള ഭാഗം കൂടെ നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യും. വലിക്കുന്ന സമയത്ത് ഒരുപാട് വലിച്ചിതാക്കരുത്, നമ്മുടെ ക്ലോത്ത് ഡാമേജ് ആവും. പയ്യെ പയ്യെ എല്ലാ ഭാഗവും ഒരുപോലെ വലിച്ച് കൊടുക്കാം. ഇപ്പം നല്ലോണം ടൈറ്റ് ആയിട്ടുണ്ട്. ഇത് തട്ടി നോക്കാം. തട്ടി നോക്കുന്ന സമയത്ത് ഇതുപോലെ സൗണ്ട് കേൾക്കണം. അപ്പോൾ നന്നായിട്ട് ടൈറ്റായി നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതുപോലെ ടൈറ്റായാൽ ആരി വർക്കിൽ നമുക്ക് നന്നായിട്ട് ഈസിയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിന് ത്രെഡ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ചെയ്യുന്ന സ്പീഡ് കുറയും. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നന്നായിട്ട് ടൈറ്റിൽ എപ്പോഴും ക്ലോത്ത് ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ക്ലോത്ത് എന്ത് ചെയ്യാം, ഈ ഫ്രെയിം നമുക്ക് ആരി സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഫ്രെയിം വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അതിലേക്ക് പ്രസ് ചെയ്ത് വയ്ക്കാം. ഇങ്ങനെയാണ് ആരി സ്റ്റാൻഡിൽ ഫ്രെയിം ഫിക്സ് ചെയ്യുന്നത്. ഇനി എക്സസ് ആയിട്ട് വരുന്ന ഈ ക്ലോത്തെല്ലാം നമുക്ക് നല്ലോണം മടക്കിയിട്ട് പിൻ ചെയ്ത് വയ്ക്കാവുന്നതാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് ചുരുട്ടി കൂട്ടി പിൻ ചെയ്യരുത്. നന്നായിട്ട് ഇതുപോലെ മടക്കിയിട്ട് നമുക്കിത് നമ്മുടെ മഫ്ത പിന്ന്, അതുപോലെ പേൾ ഹെഡ് പിൻ എന്നൊക്കെ പറയുന്ന ആ പിന്ന് വെച്ചിട്ട് നമുക്കൊന്ന് സെക്യൂർ ചെയ്ത് വെക്കാം. ഈ ഒരു പിന്ന് വെച്ചിട്ട് നമുക്ക് എക്സസ് ആയിരിക്കുന്ന തുണിയെല്ലാം സെക്യൂർ ചെയ്ത് വെക്കാം.
ഇതെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫ്രെയിം ജസ്റ്റ് ഒന്ന് ഒരു വിരൽ വെച്ചിട്ട് ഇങ്ങനെ പൊക്കി നോക്കുക. ആ പൊക്കി നോക്കുന്ന സമയത്ത് ഈ ഫ്രെയിമിൻ്റെ ഒപ്പം സ്റ്റാൻഡും കൂടെ പൊന്തി വരികയാണെങ്കിൽ നമ്മൾ ഫിറ്റ് ചെയ്തതൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഇത്രയാണ് ആരി ഫ്രെയിം ഫിക്സ് ചെയ്യുന്നതും ആരി സ്റ്റാൻഡ് ഫിക്സ് ചെയ്യുന്നതും ഉള്ളത്. ഇനി ബേസിക് സ്റ്റിച്ചസ് ചെയ്യാൻ നമുക്ക് അടുത്ത വീഡിയോ മുതൽ വേണ്ടിയിട്ട് നിങ്ങൾ ഇതേപോലെ സ്റ്റാൻഡും ഫ്രെയിമും എല്ലാം ഫിക്സ് ചെയ്തിട്ട് റെഡി ആയിട്ടിരിക്കുക. വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻസ് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ചസ് ആയിട്ട് അടുത്ത ക്ലാസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.